പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാത മന്നയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായി 25 അധ്യായം അതിൻ്റെ 29 വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: അങ്ങനെ ഉള്ളവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളവൻ കൂടെ എടുത്തു കളയും. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ദൈവ മഹത്വത്തിനായി കഴിവുകളും ധനവും ഉപയോഗിക്കുക. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ധനങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് സകലതും എന്ത് ചെയ്യണമെന്ന ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ചെലവിടുവാൻ വേണ്ടി. സ്തോത്രം. ഇവിടെ വായിച്ച വേദവാക്യം, അങ്ങനെ ഉള്ളവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ചില താലന്തുകള് ചിലർക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഒരുവന് 5 താലന്ത് കൊടുത്തു, വേറൊരുവന് 2 താലന്ത് കൊടുത്തു, വേറൊരുവന് 1 താലന്ത് കൊടുത്തു. 5 താലന്ത് ലഭിച്ചവൻ പോയി വ്യാപാരം ചെയ്ത് എന്ത് ചെയ്തു? 5 കൂടി നേടി. അപ്പോൾ 5 കൊടുത്തത്. ആ മനുഷ്യൻ പോയി വ്യാപാരം ചെയ്തിട്ട് 5 താലന്ത് കൂടി നേടുവാൻ ഇടയായി തീർന്നു. 2 ലഭിച്ചവനും എന്ത് ചെയ്തു? പോയി കടന്നുപോയി വ്യാപാരം ചെയ്തു, 2 താലന്ത് കൂടി നേടുവാൻ ഇടയായി തീർന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തു? അത് കൊണ്ടുപോയി മറവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ എന്തുമായി കൊള്ളട്ടെ, അത് മൂടി വയ്ക്കുവാൻ വേണ്ടിയുള്ളതല്ല, മറച്ചു വയ്ക്കുവാൻ വേണ്ടിയുള്ളതല്ല. കാരണം കണക്കെടുക്കുന്ന നാളിൽ നാം ആരും ലക്ഷിച്ചു പോകുവാൻ ഇടയാകല്ലേ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവവേലക്കാരായിരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേല പകൽ ഉള്ളിടത്തോളം വിശ്വസ്തയോടെ ചെയ്യുവാൻ വേണ്ടിയാണ്. സ്തോത്രം. നമ്മുടെ പൂർവ്വ അപ്പോസ്തലന്മാരൊക്കെയും കർത്താവിന്റെ നാമം ധരിച്ചുകൊണ്ട് തള്ള പ്രാണനെ വിലയേറിയതായി കണ്ടില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? ക്രൂശ് ഉണ്ട്. നമ്മുടെ നാഥന് മുൾമുടി നൽകിയ ലോകം നമുക്ക് നൽകുന്നതും മുൾമുടിയായിരിക്കും. എന്നാൽ സ്തോത്രം, ആ മുൾമുടി ലഭിക്കുമ്പോൾ, ആ കഷ്ടതകൾ ഏൽക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നാം കഷ്ടതകൾ ഏൽക്കുമ്പോൾ നാം സന്തോഷിക്കുവാൻ ഇടയാകണം. സ്തോത്രം. കാരണം ആ എല്ലാ കഷ്ടതകൾക്കും ഒരു പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾ, താലന്തുകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് വ്യാപാരം ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളും മൂടി വയ്ക്കുന്നുവെങ്കിൽ ഒരിക്കൽ കർത്താവ് പറയും, ദുഷ്ടദാസനെ എന്നുള്ള ആ വിളി കേൾക്കുവാനിടയായി തീരും. ആ ദുഷ്ടദാസനെ എന്നുള്ള വിളി കേൾക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്ത് സ്തോത്രം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ നമ്മുടെ ധനം, നമ്മുടെ സമയം, ദൈവം നൽകിയിരിക്കുന്ന സകലരും അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ
സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേല നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം. അതിനായിട്ട് ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരം ഈ ഒരു മാർഗത്തിലേക്ക്, ക്രിസ്തു മാർഗത്തിലേക്ക്, ഇത് മതമല്ല കേട്ടോ, ഇത് മതമല്ല, ഇത് മാർഗമാണ്. ക്രിസ്തു കാണിച്ചു നൽകിയ മാർഗം. ഈ മാർഗത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾ എത്ര പാപത്തിന്റെ അടിമയായാലും സ്തോത്രം, നിങ്ങളെ ക്രിസ്തു സ്നേഹിക്കുന്നു. പാപത്തെ മാത്രമേ ക്രിസ്തു വെറുക്കുന്നുള്ളൂ. കർത്താവ് വന്നത് പാപികളെ തേടിയാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ ആ പാപാവസ്ഥയിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി, പുതിയ സൃഷ്ടിയാക്കി കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ തീർക്കുവാൻ ഇടയായിത്തീരും. അനന്തരഫലം നിത്യജീവൻ ലഭിക്കുവാൻ ഇടയായിത്തീരും. വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതിനെന്ത് വേണം? കർത്താവ് യേശു ക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അപ്രകാരം രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന്. സ്തോത്രം. അതേ പാപങ്ങൾ മാഞ്ഞു കിട്ടുവാൻ കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകളും അതേപടി അത് അനുസരിച്ച് ദൈവസഭയിൽ കടന്നുപോയി ആരാധിക്കുകയാണെങ്കിൽ, സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ, സ്തോത്രം, കർത്താവിന് പറയുമെങ്കിൽ നാം എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടും ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അങ്ങിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ നേടുവാൻ അവിടുത്തെ ആത്മാവിൽ അവരെ ഒഴിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൽപ്പനകളെല്ലാം അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, പ്രയാസപ്പെടുന്നുവെങ്കിൽ അവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൽ മേല് അവിടുത്തെ ഹിതപ്രകാരം ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ പിതാവേ, അങ്ങ് അവരെ തൊട്ട് അവിടുത്തെ ഹിതപ്രകാരം സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പുതിയ തീരുമാനം എടുത്തുവെങ്കിൽ അവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ദൈവമേ, ഇന്നത്തെ പറഞ്ഞ പ്രഭാതം ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ആമേൻ. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മോർണിംഗ് മന്നയിൽ കൂടി അനേക പേരുകള് ജീവന്റെ പുസ്തകത്തിൽ എഴുതിച്ചേർക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെയും ആമേൻ. സർവ ശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.